Our next topic is about low pass filter. Like the name suggests, low pass filter എന്ന് വെച്ചാൽ it passes low frequency of signals. Low frequency of signals. അപ്പം നമുക്ക് അതിൻ്റെ റെസ്പോൺസ് ഒന്ന് വരയ്ക്കുവാണെങ്കിൽ റെസ്പോൺസ് എന്ന് വെച്ചാൽ ഇവിടെ ഫ്രീക്വൻസി, ഇവിടെ നമുക്ക് ഗെയിൻ അല്ലെങ്കിൽ വേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിക്കോട്ടെ. ഓക്കെ, ഔട്ട്പുട്ട് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഓൺലി അറ്റ് ലോ ഫ്രീക്വൻസീസ്. അപ്പോൾ ലോ ഫ്രീക്വൻസീസിൽ എനിക്ക് ഫുൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നു, അതായത് മാക്സിമം വോൾട്ടേജ് കിട്ടുന്നു. ലോ ഫ്രീക്വൻസീസ്, ഇങ്ങോട്ട് ലോ ഫ്രീക്വൻസീസ് ആണെന്ന് വെച്ചോ, ലോ ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്ക് എനിക്ക് ഔട്ട്പുട്ട് ശരിക്കും അങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ഇസ് ഒബ്റ്റെയിൻഡ് ഓൺലി ഫോർ ലോ ഫ്രീക്വൻസീസ് ഓഫ് സിഗ്നൽസ്. ഇതാണ് നമ്മുടെ ലോ ഫ്രീക്വൻസീസ്. ദീസ് ആർ ലോ ഫ്രീക്വൻസീസ്. ഇങ്ങനത്തെ ഒരു സർക്യൂട്ട്, ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് തരുന്ന സർക്യൂട്ടിനെയാണ് ലോ പാസ് ഫിൽറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് സിഗ്നൽസ് അപ്ലൈ ചെയ്യുന്നു. ആ ഇൻപുട്ട് സിഗ്നൽസ് എന്ന് പറയുന്നത് പല ഫ്രീക്വൻസീസ് ഉണ്ടാവും. ആ പല ഫ്രീക്വൻസീസിൽ ലോ ഫ്രീക്വൻസീസ് മാത്രമാണ് നമുക്ക് ശരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. ഇൻ അതർ വേർഡ്സ്, ഓൺലി ലോ ഫ്രീക്വൻസീസ് ആർ പാസ്ഡ് ബൈ ദ സർക്യൂട്ട്. ഈ ലോ ഫ്രീക്വൻസിന്ന് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഒരു സർട്ടൻ ഫ്രീക്വൻസി ഉണ്ട്, നമുക്കതിനെ F1 അല്ലെങ്കിൽ എഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും വിളിക്കും. ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് താഴെയുള്ള ഫ്രീക്വൻസീസിനെയാണ് ഇത് പാസ് ചെയ്യുന്നത്. അത് അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു നമുക്കൊരു ലിമിറ്റ് വെക്കണമല്ലോ. ആ ഫ്രീക്വൻസിയുടെ മേളിലാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി എന്നും ആ ഫ്രീക്വൻസിയുടെ താഴെയാണെങ്കിൽ ലോ ഫ്രീക്വൻസി എന്നും പറയുന്നു. അപ്പോൾ ആ ഒരു സർട്ടൻ ഫ്രീക്വൻസിനെയാണ് നമ്മൾ F1 അഥവാ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് റെഫർ ചെയ്യുന്നത്. സോ ഓൾ ഫ്രീക്വൻസീസ് less than cutoff frequency are allowed to pass through the circuit. All frequencies greater than the cutoff frequency F1 are not allowed to pass through the circuit. Therefore, the circuit is referred to as a low pass filter. ഈ ലോ എന്ന് വെച്ചാൽ എന്താണ്? ലോ ഫ്രീക്വൻസിനെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, നൗ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് എ ലോ പാസ് ഫിൽറ്റർ ഇസ് അല്ലേ? ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യം നമുക്ക് മനസ്സിലായെങ്കിൽ അടുത്തത് ഈ സർക്യൂട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കും നോക്കാം. വെരി സിമ്പിൾ സർക്യൂട്ട്, എക്സ്ട്രീംലി സിമ്പിൾ സർക്യൂട്ട്. ആകെപ്പാടെ ഈ ലോ പാസ് ഫിൽറ്ററിൽ രണ്ട് കോമ്പണൻസേ ഉള്ളൂ, ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും. ഇത് നമ്മളുടെ റെസിസ്റ്ററും കപ്പാസിറ്ററിൻ്റെയും പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റെസിസ്റ്റർ വിൽ പാസ് ഓൾ ഫ്രീക്വൻസീസ് അല്ലേ? റെസിസ്റ്റർ വിൽ പാസ് ഓൾ ഫ്രീക്വൻസീസ്. നമ്മളിവിടെ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു, ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട്. ഈ റെസിസ്റ്റർ ആ ഫ്രീക്വൻസിനെ എല്ലാം പാസ് ചെയ്യും. അങ്ങനെ റെസിസ്റ്റൻസിന് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു ബിഹേവിയർ ഇല്ല. ഓക്കെ, കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്താ? കപ്പാസിറ്റർ പാസസ് എ സി ആൻഡ് ബ്ലോക്സ് ബി സി അല്ലെ? പാസസ് എ സി എന്ന് വെച്ചാൽ എ സി എന്ന ചോദ്യം ഉദ്ദേശിക്കുന്നത് ഹയർ ഫ്രീക്വൻസി സിഗ്നൽസ്. ഡി സി എന്ന് പറയുന്നത് ആക്ച്വലി സീറോ ഫ്രീക്വൻസിനെയാണ് ഡി സി സിഗ്നൽ എന്ന് പറയുന്നത്. ഡി സി സിഗ്നൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിന്റെ ഫ്രീക്വൻസി എന്താ? സീറോ. അങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ ഡി സി എന്ന് വിളിക്കുന്നത്. അപ്പം ഡി സി സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്യുകയും ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസിനെ പാസ് ചെയ്യുകയും ചെയ്യുന്നു. കപ്പാസിറ്റൻസിന്റെ വാല്യൂ അനുസരിച്ച് അത് ഇത്ര ഫ്രീക്വൻസി കൂടുതലുള്ളതിനെയായിരിക്കും പാസ് ചെയ്യുന്നത്. ജനറലി സ്പീക്കിംഗ്, ഹയർ ദാൻ സീറോ. സീറോ എത്ര ഹയർ ദാൻ സീറോ ആണെന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കപ്പാസിറ്റൻസ്. അപ്പൊ ഹയർ ഫ്രീക്വൻസി സിഗ്നൽസിന് അത് പാസ് ചെയ്യുന്നു. ആര്? കപ്പാസിറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സിഗ്നൽ ഇവിടെ വരുന്നു. ഇങ്ങോട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ പോയിന്റിൽ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഹയർ ഫ്രീക്വൻസി സിഗ്നൽസിന് ഭയങ്കരമായിട്ട് ടെൻഡൻസി ഉണ്ടാവും കപ്പാസിറ്ററിൽ കൂടെ പാസ് ചെയ്യാൻ. ബിക്കോസ് ദ കപ്പാസിറ്റർ ഇസ് റെഡി ടു പാസ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ്. വാട്ട് ഹാപ്പൻസ്? ഇത് ഫുൾ സിഗ്നൽ ഇവിടെ വരുന്നു. ഈ ഫുൾ സിഗ്നലിൽ നിന്ന് ഹയർ ഫ്രീക്വൻസി കോമ്പണൻസ് താഴോട്ട് ഈ കപ്പാസിറ്റർ വഴി ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അതായത് യു ആർ ആക്ച്വലി വെൻ യു കം ടു ദ ഔട്ട്പുട്ട്, higher frequency signals are passed directly to the ground, or it bypasses directly to the ground. When it bypasses directly to the ground, നമുക്ക് അതിൽ നിന്നുള്ള കോൺസിക്വൻസ് എന്താണ്? ഹയർ ഫ്രീക്വൻസീസ് ഒക്കെ താഴോട്ട് പോയി. താഴോട്ട് എന്ന് വെച്ചാൽ ഗ്രൗണ്ടിലേക്ക് പോയി. ത്രൂ ദ കപ്പാസിറ്റർ വിൽ പാസ് ദ ഹയർ ഫ്രീക്വൻസി സിഗ്നൽസ് ആൻഡ് therefore it is lost. ഔട്ട്പുട്ട് നമ്മൾ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് what you get here is
the remaining frequencies എന്ന് വെച്ചാൽ low frequency signals നെ കിട്ടുള്ളൂ. Okay, so the capacitor passes the AC or higher components and only the lower components are obtained at the output. Load in across നമുക്ക് കിട്ടുന്നത് lower frequency components മാത്രമാണ്. Okay, you got it? നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ലോ ഫ്രീക്വൻസി സിഗ്നൽസും ഹൈ ഫ്രീക്വൻസി സിഗ്നൽസും എങ്ങനെയാണ് ഇത് പാസ് ചെയ്യുന്നത് എന്നുള്ളത്. എന്നിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാം കേട്ടോ. ഇതാണ് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് യുവർ ഇൻപുട്ട് സിഗ്നൽ. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ഫ്രീക്വൻസീസ്, ഹയർ ഫ്രീക്വൻസി, ലോവർ ഫ്രീക്വൻസി സിഗ്നൽസ് ഒക്കെ ഉണ്ട്. ദിസ് ഇസ് ദ റെസിസ്റ്റർ. ഇറ്റ് പാസസ് ഓൾ ഫ്രീക്വൻസീസ് ആൻഡ് ദിസ് ഇസ് വെയർ യു ടേക്ക് ദ ഔട്ട്പുട്ട്. ഒരു ലോഡ് റെസിസ്റ്റൻസിന്റെ അക്രോസ് ആണ് അസ്യൂം ചെയ്തു. ആസ് യൂഷ്വൽ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഹൈ റെസിസ്റ്റൻസ് വാല്യൂ ആണ്. ഇതിന്റെ അക്രോസ് ആണ് നമുക്ക് വി ഔട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് എങ്ങനെ മനസ്സിലാവുന്നത്? ഓൾ ഫ്രീക്വൻസീസ് ആർ പാസിംഗ് ത്രൂ ദ റെസിസ്റ്റൻസ്. വെൻ ഇറ്റ് റീച്ചസ് അറ്റ് ദിസ് പോയിന്റ്, കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് പാസസ് എ സി. പാസസ് എ സി എന്ന് പറയുമ്പോൾ ഇറ്റ് പാസസ് ഹയർ ഫ്രീക്വൻസി സിഗ്നൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആർ bypassed by the capacitor into the ground. പിന്നെ ഇങ്ങോട്ട് പോകുന്നത് എന്താണ്? എഫ് ഹൈ അല്ലെ. അപ്പൊ ബാക്കിയുള്ളത് എന്താണ്? എഫ് ലോ, ലോ ഫ്രീക്വൻസി സിഗ്നൽസ്. ഈ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ് നമുക്ക് ഔട്ട്പുട്ടിന്റെ അക്രോസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആവത്തുള്ളൂ. ഇൻ ഷോർട്ട്, ദിസ് സർക്യൂട്ട് പാസസ് ഓൺലി low frequency signals. Therefore, this circuit behaves as a low pass filter. Low pass filter. This is the low pass filter that we are going to be talking about first of all. So let's get started on low pass filter. That was the introduction on what a low pass filter is, what it does and what the circuit looks like. Let's start with the circuit itself. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇപ്പം നമ്മൾ കണ്ട സർക്യൂട്ട്. ഇൻപുട്ട് ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. ഔട്ട്പുട്ട് ഇസ് ടേക്കൺ ഹിയർ. ഓക്കെ, ലോഡ് റെസിസ്റ്റർ ഞാൻ കാണിച്ചിട്ടില്ല, പക്ഷെ ദിസ് കംപ്ലീറ്റ്സ് എ ലോ പാസ് ഫിൽറ്റർ സർക്യൂട്ട്. ദിസ് ഇസ് യുവർ സർക്യൂട്ട്. ഓക്കെ, ഈ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇത് ലോ ഫ്രീക്വൻസീസിനാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇക്വേഷൻ വഴി ഒന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം ലൂപ്പ് ഇക്വേഷൻ എഴുതാം. Take the loop like this. This will be plus and this will be minus. This will be plus and this is minus. Resistant across എപ്പോഴും in the direction of current flow ആണ് voltage drop. അപ്പോൾ ഇത് പ്ലസ്, ഇത് മൈനസ്. ലെഫ്റ്റിൽ പ്ലസ്, റൈറ്റിൽ മൈനസ്. അങ്ങനെയാണെങ്കിൽ I can write V in minus VR minus V out. V outനെയാണ് V capacitance എന്ന് റെഫർ ചെയ്തേക്കുന്നത്. Voltage across the capacitance that is equal to 0. Or വിൻ ഇവിടെ തന്നെ നിർത്തിയാൽ അപ്പുറത്തോട്ട് വി ആറും വി സിയും കൊണ്ടുപോയാൽ വിൻ ഇസ് ഈക്വൽ ടു വി ആർ പ്ലസ് വി സി. ദാറ്റ് ഇസ് ഈക്വൽ ടു വി സി എന്ന് പറയുന്ന ആരാണ്? വി ഔട്ട് തന്നെ. വി ആർ പ്ലസ് വി ഔട്ട്. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ, ലൂപ്പ് ഇക്വേഷൻ ദാറ്റ് യു ഗെറ്റ് ഫ്രം ദ സർക്യൂട്ട്. വി സി എന്ന് പറയുന്നത് വി ഔട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റൻസ് കൻ ബി റിട്ടൺ ആസ് കറന്റ് ഇൻറ്റു ഇംപിഡൻസ് ഓഫ് ദ കപ്പാസിറ്റൻസ്. ഇംപിഡൻസ് ഓഫ് ദ കപ്പാസിറ്റൻസ് ആണ് എക്സ് സി. ഐ ഇൻറ്റു എക്സ് സി. ഓക്കെ, Xc is the impedance of the capacitance. What is impedance of the capacitance? Xc is equal to 1 by omega C. 1 by omega C, omega എന്ന് പറയുന്നത് ആരാണ്? 2 pi f. We already know that omega is equal to 2 pi f. So Xc is equal to 1 by 2 pi fc. In other words, the impedance of the capacitance is inversely proportional to frequency. Frequency കൂടിയാൽ കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് കുറയും. Let's see the behavior for large frequency and low frequency. നമ്മൾ ഈ കണ്ട സർക്യൂട്ട് ലാർജ് ഫ്രീക്വൻസിക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ലോ ഫ്രീക്വൻസിക്ക് എങ്ങനെയാണ്, സ്മോൾ ഫ്രീക്വൻസിക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ലാർജ് ഫ്രീക്വൻസി ഫസ്റ്റ്. ലാർജ് ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ലാർജ്, എഫ് ഭയങ്കര ലാർജ് ആകുമ്പം പ്രൊപ്പോർഷണലി എക്സ് സി വിൽ ബി വെരി സ്മോൾ. അപ്രോക്സിമേറ്റ്ലി ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് കൂട്ടിക്കും. എക്സ് സി എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ വാല്യൂ ആണ്. നമ്മുടെ ഒറിജിനൽ സർക്യൂട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും സർക്യൂട്ട്. അപ്പോൾ എക്സ് സി ഇസ് വെരി സ്മോൾ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഓർ ഇംപിഡൻസ് ഓഫ് ദ കപ്പാസിറ്റൻസ് ഇസ് വെരി സ്മോൾ, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, അതാണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ അക്രോസ് നമ്മൾ വി ഔട്ട് എടുത്ത് എന്ത് കിട്ടും? വി ഔട്ട് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ വെരി ലാർജ് ഫ്രീക്വൻസീസ് ഓഫ് വാല്യൂസ് എടുക്കുമ്പോൾ, ഓഫ് സിഗ്നൽസ് എടുക്കുമ്പം വാട്ട് ആർ യു ഗെറ്റിംഗ് ഇൻ ദ ഔട്ട്പുട്ട്? ലാർജ് ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു 0.
In other words, large frequencies are not coming to the output. Pass it is not passed. Large frequencies are not passed. Output is 0. Input large frequency and output lilla. Okay. Small frequency behavior. Small frequency XC very large. Frequency very small. The impedance will be, frequency is very small, impedance will be very large. XC is very large. Approximately open circuit. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കും? റെസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു ഉള്ളത്. പക്ഷേ ഈ കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് ഭയങ്കര ലാർജ് ആയതുകൊണ്ട്, വെരി ഹൈ ഇംപിഡൻസ് ആയതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്. ഗോട്ട് ദ ഐഡിയ? സോ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് എന്ന് നമുക്ക് കിട്ടും. When did this happen? Output equal to input for small frequencies. Upon small frequency signals are passed just like that to the output. That's why you're getting it as output equal to input. Okay. What just happened? Large frequencies not passed. Small frequencies completely passed. Thus, you can say that low frequency signals are passed and to the output terminals. Okay. And that's why this circuit is referred to as a low pass filter. Now you understand the circuit, you understand what it does, and we have just proved that it actually passes only low signals, low frequency signals. Okay, so actually low pass filter is a low frequency signal passing filter. Okay. So that's all for the introduction. The remaining videos I'll send in the few hours later.